Neja here and welcome to Rectify English. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്ന് ആ ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുൻപേ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് നമ്മളെ കൂടെ കൂടിക്കുക. വരുന്ന ദിവസങ്ങളിൽ നല്ല അടിപൊളി ടോപ്പിക്സുമായിട്ട് നമ്മൾ വരുന്നതാണ്. സോ വൺസ് അഗൈൻ വെൽക്കം ടു റെക്ടിഫൈ ഇംഗ്ലീഷ്. കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്സ് ഓഫ് സ്പീച്ചിൽ നൗണ്, പ്രോനൗണ്, വേർബ്, അഡ്വേർബ് ഇങ്ങനെയുള്ള 4 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് 4 കാര്യങ്ങളും കൂടെയാണ്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഇതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്, അതായത് നൗണും പ്രോനൗണും ഒക്കെ ഉള്ള ക്ലാസ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്ക് ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് കാണാതെ ഒരിക്കലും ഈ ക്ലാസ് കാണരുത്. കാരണം നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പം ആ ക്ലാസ് ഫസ്റ്റ് കാണുക, എന്നിട്ട് മാത്രം ഈ ക്ലാസ് കാണുക. ഇനി നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ചിൽ പാർട്സ് ഓഫ് സ്പീച്ചിലുള്ള ബാക്കി 4 ടൈപ്പാണ്: അഡ്ജക്റ്റീവ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ, ഇന്റർജങ്ഷൻ. ഇങ്ങനെയുള്ള 4 ടൈപ്പാണ് ഇനി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇതിൽ നമുക്ക് അഡ്ജക്റ്റീവ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡ്ജക്റ്റീവ് നമുക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള നൗണില്ലേ, നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസ്, പേഴ്സൺ, തിങ് ഓർ ഐഡിയ, എന്തെങ്കിലും ഒരു പേര്, കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഈ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മളുടെ അഡ്ജക്റ്റീവ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പം അഡ്ജക്റ്റീവ്സിന്റെ എക്സാമ്പിൾ ഇതെന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. ഒരു ഗേൾ എന്ന് പറയുന്നത് ആരാണ്? നൗണാണ്. അപ്പം ഈ ഗേളിനെ വർണ്ണിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഗേളിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. എന്ത് ഗേളാണ്? ഐ എം എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് എന്ന് പറയാം. അപ്പം ഈ ഒരു ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് വരുന്നത്. ഇനി 3 ബുക്സ് എന്നുള്ളത്, 3 ബുക്സ്, എത്ര ബുക്സ് ആണ് ഇവിടെ ഉള്ളത്? 3 ബുക്സ് ആണുള്ളത്. അപ്പൊ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? നൗണാണ്. നൗണ്. അതേപോലെ തന്നെ ഇത് എത്ര എണ്ണം ഉണ്ട്? അപ്പൊ 3 എന്നുള്ളത് അഡ്ജക്റ്റീവാണ്. അപ്പം മെയിൻലി ഇങ്ങനെ നോക്കിയാൽ മതി. അതായത് വിച്ച്, ഹൗ മെനി, വേർ, ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. വിച്ച്, വേർ എന്നൊക്കെ പറയുന്നത് ക്വസ്റ്റ്യൻസിന്റെ സ്റ്റാർട്ടിംഗ് ആണെന്ന്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് നോർമലി എന്ത് യൂസ് ചെയ്യുന്നത്? അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്. അതായത് ബ്യൂട്ടിഫുൾ ഗേൾ, എങ്ങനെയുള്ള ഒരു ഗേൾ ആണ്? വാട്ട് ടൈപ്പ് ഓഫ് ഗേൾ ഷീ ഈസ് ബ്യൂട്ടിഫുൾ. അതേപോലെ തന്നെ ഹൗ മെനി, എത്ര എണ്ണം ഉണ്ട് ബുക്സ്? 3. അപ്പോൾ അഡ്ജക്റ്റീവ് നമ്മൾ യൂസ് ചെയ്യും. ഇതിലുള്ള അഡ്ജക്റ്റീവും അതേപോലെ തന്നെ നൗണും നിങ്ങൾ കോമൻറ്റ് ചെയ്യണം. നിങ്ങൾ കോമൻറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ നിങ്ങളത് കോമൻറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോയെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്നും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതാണ് ഇപ്പം തന്നെ കോമൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ അഡ്ജക്റ്റീവ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡാണ് നോർമലി അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിപ്പോസിഷൻസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. പ്രിപ്പോസിഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടല്ലേ നമ്മൾ എക്സാമ്പിൾ പറയാം. അപ്പോൾ പ്രിപ്പോസിഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളുടെ ഓരോ വേർഡ്സിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. അതായത് ഒരു വേർഡിൽ നിന്ന് വേറൊരു വേർഡിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിന്, ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാൻ പറ്റും. അത് എക്സാമ്പിൾസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പം നമ്മൾ എക്സാമ്പിൾസ് നോക്കിക്കേ. ഈ പ്രൊപ്പോസിഷൻ എന്നുള്ള വേർഡ്സ് ആണ് ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഓൺ മുകളിൽ, അറ്റ് സമയം നമ്മൾ സൂചിപ്പിക്കുന്നതാണ് അറ്റ്, അണ്ടർ താഴെ, ബിറ്റ്വീൻ രണ്ടിൻ്റെയും നടുവില്, ഇങ്ങനെയുള്ള വേർഡ്സുകളൊക്കെയാണ് പ്രൊപ്പോസിഷൻ്റെ അണ്ടറിൽ വരുന്നത്. അപ്പം ഇനി നമ്മൾ സെൻറ്റൻസിലേക്ക് പോകുന്ന സമയത്ത് ഈ പ്രൊപ്പോസിഷൻസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് എന്നുള്ളതും നൗണാണ്, ടേബിൾ എന്നുള്ളതും നൗണാണ്. അപ്പം ഈ ബുക്കിൻ്റെയും ടേബിളിൻ്റെയും ഒരു റിലേഷൻഷിപ്പ് കാണിക്കുന്നത് എന്താണ്? പ്രൊപ്പോസിഷൻ ആണ്. അപ്പം നോക്കിക്കേ, ബുക്ക് എവിടെയാണുള്ളത്? ഓൺ ദ ടേബിൾ ആണ്.
അപ്പൊ ഈ ഓൺ എന്നുള്ളതാണ് എന്ത് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തത് ഷീ കെയിം അറ്റ് 6 PM. അവൾ എപ്പോഴാ വന്നത് എന്ന് കാണിക്കുന്നത്, അതായത് സമയം അതേപോലെ തന്നെ നൗണും. അപ്പൊ ഇത് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് നൗണും തന്നെ വേണം, വേർബും തന്നെ വേണം, അങ്ങനെ ഒന്നുമില്ല. ഓക്കെ, നമ്മളുടെ വേർഡ്സ് തമ്മിലുള്ള ഒരു കണക്ഷനും കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ അറ്റാണ് നമ്മൾ പ്രപ്പോസിഷൻ ആയിട്ട് വരുന്നത്, അതായത് 6 PM. എപ്പോഴാണ് വന്നത്, 6 PM അറ്റപ്പ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് ടോട്ടലി നമ്മൾ പ്രപ്പോസിഷനിൽ പറയാനുള്ളത്. അപ്പോൾ പ്രപ്പോസിഷൻ്റെ വേറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ തന്നെ ഇപ്പോൾ ബിറ്റ്വീൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ബിൽഡ് ചെയ്യുക, ഓൺ വെച്ചിട്ട് എക്സാമ്പിൾ ബിൽഡ് ചെയ്യുക, ഇന്ന് വെച്ചിട്ട് അണ്ടർ വെച്ചിട്ട് അറ്റ് വെച്ചിട്ട് ഏതെങ്കിലുമൊക്കെ വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡ് വരുന്നത് കൺജക്ഷൻ ആണ്. അപ്പൊ കൺജക്ഷൻ എന്താണ് എന്നുള്ളതും അതിൻ്റെ എക്സാമ്പിൾസ് എന്താണെന്നുള്ളതും നമുക്ക് അടുത്തത് നോക്കാം. കൺജക്ഷൻസ് നമ്മൾ ഈസി ആയിട്ട് പഠിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ ഫാൻ ബോയ്സ് എന്ന് പറയുന്നത്. ഫാൻ ബോയ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപായിട്ട് കൺജക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കൺജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പ്രപ്പോസിഷൻസ് പറഞ്ഞതുപോലെ തന്നെ വേർഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള വേർഡ്സ് ആണ്. പക്ഷേ ഈ കൺജക്ഷൻ എന്ന് പറയുന്നത് വേറൊരു കാര്യത്തിനോട് ഉപയോഗിക്കും, അതായത് സെന്റൻസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് കൂടുതലായിട്ട് കൺജക്ഷൻസ് യൂസ് ചെയ്യുന്നത്. കൺജക്ഷനിൽ ഈ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ്സ് മാത്രമാണ് വരുന്നത്. ആ ഫാൻ ബോയ്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഈ ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ F = 4 ആണ് കേട്ടോ. 4, A = and, N = nor, B = but, O = or, Y = yet, S = so. അപ്പോൾ ഫാൻ ബോയ്സിലെ ഫസ്റ്റ് ലെറ്റർ F = 4 എന്ന് പറയുന്നത് നമ്മൾ നോർമലി റീസൺസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കേ, I stay silent for knowing the answer. അതായത് ഞാൻ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നു. എന്തിനു വേണ്ടിയിട്ട്, റീസൺ എന്തിനു വേണ്ടിയിട്ട്, ഫോർ നോയിങ് ദ ആൻസർ, എന്താണ് ഉത്തരം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വളരെയധികം സൈലൻ്റ് ആയിട്ട് നിന്നു. അപ്പം എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് 4. അപ്പോൾ 4 നമ്മൾ അങ്ങനെയാണ് ഓരോ സെൻറ്റൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് എ, ഫാൻ ബോയ്സിലെ എ = and എന്താണ്, അഡീഷൻ. അതായത് ഒരു വേർഡിൽ നിന്ന് വേറൊരു വേർഡിലേക്ക് പ്ലസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, സെയിം ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ പ്ലസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നോക്കിക്കേ, ഷീ സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്കിംഗ്. രണ്ടും ആരെക്കുറിച്ചാണ് പറയുന്നത്, ഒറ്റൊരാളെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തിവിടെ യൂസ് ചെയ്യാം, ആൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഷീ ഈസ് സ്മാർട്ട് ആൻഡ് ഹാർഡ് വർക്കിംഗ്. അവൾ സ്മാർട്ടും ആണ് ഹാർഡ് വർക്കിങ്ങും ആണ്. ഇനി അതേപോലെ ഇതിൻ്റെ സെയിം എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും N, അതായത് നോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നെഗറ്റീവ് അഡീഷൻ ആണ്. ഓക്കെ, നെഗറ്റീവ് അഡീഷൻ ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പോസിറ്റീവ് അഡീഷൻ, അതായത് സ്മാർട്ടും ആണ് ഹാർഡ് വർക്കിങ്ങും ആണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, പോസിറ്റീവ് ആണ്. അതന്നെ നെഗറ്റീവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നോറാണ് ഇവിടെ യൂസ് ചെയ്യുക. അതായത് സ്മാർട്ട് നോർ ഹാർഡ് വർക്കിംഗ്. നോർ ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സ്മാർട്ടും അല്ല ഹാർഡ് വർക്കിങ്ങും അല്ല. ഓക്കെ, രണ്ടും അല്ല എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നോർ എന്ന് പറയുന്ന വേർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബോയ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് BOYS. ബി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ബട്ടാണ്. ഓക്കെ, ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് ആണ്. കോൺട്രാസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഷീ ഈസ് ടയേർഡ് ബട്ട് ഷീ ഈസ് വർക്കിംഗ്. അതായത് അവൾ ടയേർഡാണ് എന്നാലും എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറില്ലേ, അവിടെയാണ് നമ്മൾ ബട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഈസ് ടയേർഡ്, അവൾ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ട്, എന്നാലും ഷീ ഈസ് വർക്കിംഗ്, എന്നാലും അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഷീ ഈസ് ഭയങ്കര ടയേർഡാണ്, പക്ഷേ എന്നിട്ടും അതായത് അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബട്ട്, എന്നാലും എന്നൊക്കെ പറയുന്നതാണ് ബട്ട് എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഓറാണ്. ബോയ്സിൽ ഓ എന്ന് പറയുന്നത് ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോയ്സ് ആണ്. അതായത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പോൾ ക്വസ്റ്റ്യൻസിലൊക്കെയാണ് ഓർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം അത് നോക്കിക്കുക, ഡു യു വാണ്ട് ടീ ഓർ കോഫി? നിനക്ക് ടീ വേണോ കോഫി വേണോ?
ഇനി നിനക്ക് സ്നാക്സ് വേണോ ഫുഡ് വേണോ, നമ്മൾ 2 സാധനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറയൂലേ, ഏതെങ്കിലും ഒന്ന് നമുക്ക് എടുക്കാമെന്ന് പറയില്ലേ, അതാണ് ഓർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കിക്കേ, ടീ ഓർ കോഫി, ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. ലുക്കിംഗ് ടു വൈ ആൻഡ് എസ്, അപ്പോൾ ലാസ്റ്റിലേക്ക് നമുക്കുള്ളത് വൈയും എസ്സും ആണ്. അപ്പം ഈ വൈ എന്ന് പറയുന്നത് യെറ്റ് ആണ്, അതായത് അൺഎക്സ്പെക്റ്റഡ് കോൺട്രാസ്റ്റ്. അതായത് ഞാൻ എക്സാമ്പിൾ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഷീ ഈസ് യങ് യെറ്റ് വെരി കോൺഫിഡൻറ്റ്, അതായത് അവൾ ഭയങ്കര യങ് ആണ്, അതായത് ഒരു എന്താ പറയുക, അവൾ കുറച്ച് ചെറുതാണ് എന്നാലും അവൾ നല്ല കോൺഫിഡൻ്റ് ആണ്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരാൾ സംസാരിക്കൂലേ, ഇപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലല്ലോ പറയുക, ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പറയുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട്. അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാതെ, ഓക്കെ, പ്രതീക്ഷിക്കാതെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് നമ്മൾ യെറ്റ് യൂസ് ചെയ്യുന്നത്. ഷീ ഈസ് വെരി യങ്, അവൾ നല്ല ചെറുതാണ് പക്ഷേ വെരി കോൺഫിഡൻറ്റ്, എന്താണ്, അവൾ ഭയങ്കര ധൈര്യശാലിയാണ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് യെറ്റ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ സോ ആണ്. ഓക്കെ, സോ അതായത് എസിൻ്റെ സോ. അപ്പം സോ എന്ന് പറയുന്നത് റിസൾട്ട് കാണിക്കുന്നതാണ്. ഐ വാസ് ടയേർഡ് സോ ഐ വെൻറ്റ് ടു ബെഡ് ഏർലി. ഇവിടെ സോ, അപ്പം ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ്, എന്താണ് മീനിങ് വരുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വേഗം തന്നെ എൻ്റെ ബെഡിലേക്ക് പോയത് എന്നാണ് പറയുന്നത്. അപ്പം സോ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്ന് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഈ ഫാൻ ബോയ്സിലുള്ള എല്ലാ ഓരോ വേർഡ്സും വെച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പം എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ ആകുമ്പോഴേക്കും ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നോക്കാൻ പോകുന്നത് ഇൻ്റർജെക്ഷൻ ആണ്. അതായത് ഇൻ്റർജെക്ഷൻ. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഷോ സഡൻ ഫീലിങ്സ്, അതായത് നമ്മളൊരു കാര്യം പെട്ടെന്ന് കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുക, ആ റിയാക്ട് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും ഇൻ്റർജെക്ഷനിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എക്സാമ്പിൾസ്, വാവ്, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ സഡനായിട്ട് നമ്മൾ പറയാറില്ലേ വാവ് എന്ന് നമ്മൾ പറയാറില്ലേ, അങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാവ്, ഓ, ഊപ്സ്. ഊപ്സ് എന്ന് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയോ, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റൊക്കെ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ അറിയാണ്ട് നമ്മളോട് പറ്റി, അപ്പോൾ ഊപ്സ് അങ്ങനെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇപ്പം ഒരു മലയാളികളുടെ അടുത്ത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം വെള്ളമൊക്കെ അടിക്കുന്ന സമയത്ത്, മിക്സിയൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മളുടെ അടുത്ത് നിന്ന് തെറിച്ചൊക്കെ പോകാറില്ല, അപ്പോൾ നമ്മൾ ഒരു ഊപ്സ് അങ്ങനെ പറയാം. ഓക്കെ, അപ്പം എക്സാമ്പിൾ നോക്കിക്കേ, വാവ് യു ഡിഡ് ഇറ്റ് വെൽ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഒരാൾ നല്ല പോലെ ചെയ്തു, അപ്പോൾ നമ്മൾ പെട്ടെന്ന് അത് നോട്ടീസ് ചെയ്യാണ്, വാവ് യു ഡിഡ് ഇറ്റ് വെൽ എന്ന് നമ്മൾ പറയില്ലേ, അതാണ് ഇൻ്റർജെക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത്ര മാത്രമേ ഇൻ്റർജെക്ഷന് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് ടോട്ടലായിട്ട് നമ്മൾ പഠിച്ചു. കുറച്ച് കൺഫ്യൂസിങ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വീണ്ടും പറയുകയാണ്, വീണ്ടും ക്ലാസ് കാണുക എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു, അതേപോലെ തന്നെ പ്രപ്പോസിഷൻ പഠിച്ചു, കൺജക്ഷൻ പഠിച്ചു, ഇൻ്റർജെക്ഷനും പഠിച്ചു. ഇതിൽ കൺഫ്യൂഷൻസ് ഉണ്ടാവും, ചോദിക്കുക. അപ്പം നല്ല രീതിയിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളുടെ ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കൂടെ കുറച്ചും കൂടെ സ്പീക്കിങ്ങിലൊക്കെ കുറച്ചും കൂടെ ജോയിൻ ചെയ്യണം, അതേപോലെ തന്നെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ജോയിൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുമായിട്ട് ബന്ധപ്പെടുക. അതേപോലെ തന്നെ വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെൻറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ട് പറയാവുന്നതാണ്. അപ്പം ഫോർ ടുഡേ, താങ്ക് യു സോ മച്ച്, ആൻഡ് വി വിൽ ബി കമ്മിങ് ഫോർ ദ നെക്സ്റ്റ് വീക്ക് വിത്ത് ഡിഫറെൻറ്റ് ടോപ്പിക്സ്. താങ്ക് യു സോ മച്ച്.